സാരി ഗമ മനസ്സിലായ അരിതാമ മനസ്സിലായ അരിതാമ ഇനി ആരോഹണത്തിൽ പാടൂ സബാഷ് ഇനി അവരോഹണത്തിൽ പാടിത്തണ്ടു എടാ തോമ നിന്റെ താമ ശരിയല്ല എഴുതക്കടാ എടാ സ്വരത്തിൽ കയറി പിടിക്കടാ ഇങ്ങനെ തന്റെ ഒരു ചുക്കം കിട്ടില്ല എനക്ക് നീ പാടിക്കൊടു നല്ല സാരി തരൂ അമ്മ സംഗതിയൊക്കെ തറക്കിട്ടില്ല പക്ഷെ നിന്റെ അമ്മയ്ക്ക് വിളി ശരിയല്ല എടാ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിയിരുന്ന് വേണം സാധനം ചെയ്യാൻ സാധനമല്ല മനുഷ്യ സാധവം സാധവം ആ ഇത് തന്നെ ഇനി ഓരോരുത്തരും നാളെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചാണ് അടുത്ത പാഠം മുസ്തഫ സ്റ്റാൻഡപ്പ് എഴുതേക്കടാ എടാ നീ നാളെ ബസ്സിലെ കാർഡിയോളജിസ്റ്റാ എന്ന് വെച്ചാൽ എന്താ എടാ ഈ ബസ്സിൽ കാർഡ് ഇട്ട് തെണ്ടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ അതാണ് കാർഡിയോളജിസ്റ്റ് ആരാ കാർഡിയോളജിസ്റ്റ് ആ എന്താടാ മിഴിച്ചു നോക്കുന്നേ കേട്ട് പഠിച്ചോടാ തണ്ടി ഇരിക്കടാ ലവനെ നമ്മള് ട്രെയിനിൽ പാടാൻ വിട്ടാ മതി എഴുതേക്കടാ അപ്പൊ ഏത് പാട്ട് നീ പാടാൻ പോണേ 1000 പാദസ്വരങ്ങൾ കിലുങ്ങി സംഗതി കൊള്ളാം പക്ഷെ പാലക്കാട് വരെ പറ്റൂ അത് കഴിഞ്ഞാൽ തമിഴ്നാടാ തമിഴ് വേണം തമിഴിൽ എങ്ങനെ പാടും ഇത് തന്നെ പാടാ 1000 പാദസരങ്ങൾ കിലുങ്കി ആലുവാപ്പുള പിന്നെയും ഒഴുകി ഗമപ ഒഴുകി അപ്പൊ വണ്ടി ബോംബെ എത്തിയാ ഇന്ത്യക്ക് എന്ത് ചെയ്യും അതിനു മുമ്പ് പോലീസ് പിടിക്കില്ലേ എന്തൊരു ബുദ്ധിയാണ് ഈ മെന്റൽ ശക്തി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ നമ്മൾ ക്രോൺപനെയൊക്കെ ക്രോർപതി ആയി പോയേനെ അപ്പൊ ഇതുവരെ എനിക്ക് ബുദ്ധിയില്ലെന്നാണ് പറഞ്ഞു നമ്മളൊരു സത്യം പറഞ്ഞ അത്രേ ഉള്ളു അല്ലേ മക്കളെ സത്യം പറഞ്ഞ നീ സത്യം പറഞ്ഞ ഈ കുടിലിന്റെ മുമ്പിൽ സത്യം പറഞ്ഞ നല്ല മാണിക്കം പോലത്തെ പിള്ളേരുടെ ചീത്താക്കിയുണ്ടല്ലോ ചീത്താക്കങ്ങൾ എന്തോ ചെയ്യും നിങ്ങളുടെ കയ്യാങ്കളി എന്റെ ഓമ്യങ്ങൾ കാണിക്കരുത് കേട്ടോ ഈ മല്ലേശ്വരിയോട് കളിച്ചാലുണ്ടല്ലോ ഒന്ന് എടുത്തു തരുമോ പ്ലീസ് ധൈര്യം ഇന്ന് രണ്ടിലൊന്നും കാര്യം പോയി പിടിക്കേ നീ എവിടെ പോയിണ് ഞാൻ എന്റെ പാട്ടിന് പോവാ പാട്ടിന് പോണ നീ പാട്ടിന് ഡാൻസിനൊന്നും പോണ്ട നിനക്ക് പറ്റിയ പണി മോഷണം ഞാൻ മോഷ്ടിക്കില്ലാന്ന് നിങ്ങൾ അതിനെ പേടിപ്പിക്കാതെ മക്കള് മോട്ടിക്കണ്ട കേട്ടോ കട്ടാ മതി പിന്നെ ഈ നിക്കുന്നത് ആരാണെന്നാ വിചാരം മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ ഇവിടെ കുഞ്ഞങ്ങ് സമ്മതിച്ചേക്ക് കേട്ടാ ഷീ കോൺഫിഡന്റ് സോറി സമ്മതിച്ചടാ നാളെ നിനക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി തരാൻ പോവുകയാണ് ഞങ്ങളിതേ പോവേണേ എന്റെ മോൻ ഭാവിയിൽ കായംകുളം കുറ്റനെ കടത്തി വിട്ടു നോയിക്കോ സൂക്ഷിക്കണം പോലീസിന്റെ കയ്യിൽ പോയി പെടരുത് പെട്ടാ കൂമ്പിനിട്ടിട്ടുള്ള മാക്രി പിന്നെ വെറും കൈയോടെ ആരും തിരിച്ചു വരികയും ചെയ്യരുത് എന്ന് വെച്ചാൽ അൽക്കൊലത്തെ സാധനം വേണ്ട നല്ല കോസ്റ്റ്ലി ആയിട്ട് നോക്കി എടുക്കണേ മക്കളെ നീ എവിടെയാ പോണത് ഞാൻ റെയിൽവേ സ്റ്റേഷൻ തലക്കെട്ടുണ്ടല്ലോ വീട് കിട്ടിയെടുത്താ അവിടുന്ന് പെറുക്കിയെടുത്തു കായംകുളം കൊച്ചുണ്ണിക്കാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോ മക്കളെ ചെല്ലി 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 പോ നീയോ അത് ഹോട്ടലില്ല അവിടെ സാപ്പാടി സമയങ്ങളായിരുന്നു കളക്ഷൻ കറക്റ്റ് ആയിട്ട് എത്തിക്കണം ചാടി പോ നീയോ ഞാൻ മാർക്കറ്റില് തിരുത കണ്ട വിടണ്ടോ നല്ല തിരുതനെ പൊരിച്ചില്ല ഓൾ ദ ബെസ്റ്റ് ആൻഡ് ചെല്ലി ചെല്ലി അയ്യോ പോക്കറ്റ് അടിക്കാനാ ബ്ലേഡ് കത്രയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ ടച്ച് വിട്ടിട്ടില്ല മക്കളെ ശരി ശരി ചെല്ലി മോനെ ചെല്ലി ചെല്ലി മക്കളെ ഈശ്വര കണ്ടു പടി മോനെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത അവന്റെ നിപ്പ് കണ്ടില്ലേ കളക്ടറുടെ മോഹന വിചാരം ദേഷ്യപ്പെടാറ് ഡാർജിലിംഗ് എന്റെ തങ്കക്കൂടെ ഒന്ന് കലക്കുവാ ഞാൻ ഇന്ന് കലക്കി തരാം നമ്മൾ പോകുന്ന വഴിക്ക് മോൻ പറഞ്ഞ ഹെലികോപ്റ്റർ വാങ്ങിച്ചു തരാവേ കേട്ടാ ശരി പോ ഡീസന്റ് ആവും ഡീസന്റ് ആവും വരണം സർ വരൂ മാഡം പ്ലീസ് ഹലോ എന്ത് സർ വേണ്ടത് ഷോ മീ ദി ചെയിൻസ് ലേറ്റസ്റ്റ് ഞങ്ങൾക്ക് ഒരു 10 പവനോളം വരുന്ന പുതിയ ഫാഷനിലുള്ള ഒരു ചെയിൻ വേണം അല്ലേ ചേട്ടാ യാ 10 പവൻസ്
അവിടെ വൈ. Is it Indian jewelry? Yeah. Very bad. ഇഷ്ടപ്പെട്ടില്ല? Mhm. ഓ അയ്യോ. ഈശ്വരാ, ഇഷ്ടം കിട്ടിയിരിക്കുന്നു. Life is beautiful. ഓ നൈസ് ടു മീറ്റ് യു. ഇതല്ലേ ചേട്ടാ മാല? No, this is not. That is. ഏയ് അല്ല, ഇതാണ് ചേട്ടാ. ഞാനല്ലേ ആ മാല പർച്ചേസ് ചെയ്തത്. കളി. കൊള്ളിനെ കുറിച്ച് കൂമ്പിടിച്ചു പോട്ടും. ഇത് ഷോപ്പാണ്, റിമെമ്പർ മീ. ഓ നൈസ്. ഏത് മലയാണ് സർ? എന്റെ സിസ്റ്ററിന് വേണ്ടി ഇതുപോലൊരു മാല പർച്ചേസ് ചെയ്തിരുന്നു. ഇറ്റ്സ് ഇനഫ്. ഹൗ മച്ച് ഗ്രാം വെയിറ്റ്? 79,300. അയ്യോ 10 പവൻ തികച്ചില്ല. Too bad like that. അല്ല നല്ലതാ. That's enough. Okay. Please count it immediately because I'm very busy. man. തന്നെ. $27,500. Oh, can I give check? അയ്യോ സർ, ചെക്ക് സ്വീകരിക്കാൻ ഇവിടെ മുതലാളിയില്ല. Yeah. ഈ മാല മാറ്റി വെച്ചേക്കും. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വന്നെടുത്തോളാം. ഓക്കെ. എനിത്തിങ് റോങ്? നത്തിങ്. എനി ഡൗട്ട്? നോ ഡൗട്ട് സർ. ഓക്കെ. ഹായ് ബ്യൂട്ടി. ബ്ലഡി റാസ്കൽ. ഞാൻ കയറി പിടിച്ചിട്ടില്ല. അയ്യോ ഞാനല്ല. അയ്യോ മോശം. അയ്യോ ഇന്നലെ ചേച്ചി ഒന്ന് പറയല്ലേ. അയ്യോ ചെയ്യല്ലേ. ഞാൻ പറയുന്നത് കേൾക്ക്. എന്താ ഇടലേ കള്ളനാ, മുക്കോണ്ട് വെച്ചിട്ട് സ്വർണ്ണമാല മോഷ്ടിച്ചവനാ. നീനകളെ കുരുതി അപ്പോഴേ പറഞ്ഞതാ ഈ പ്ലാനിങ്ങിന് ഈ ചെറുക്കനെ ചേർക്കണ്ടെന്ന്. കല്യാണമുണ്ട്. എന്റെ കോട്ട് വാടക ലിഫ്റ്റ് പോണു. ഓടിയോ ചേട്ടാ, ഇരുന്നുണ്ടോ ദൈവം കിട്ടാതെ. ഞാൻ നോക്കണം അവിടെ ചേട്ടാ. അടുക്കരുത്, ഒച്ചടത്ത് അടുക്കരുത്. എല്ലാത്തിനും ഞാൻ വെടിവെച്ച് കൊല്ലും. അല്ല, കത്തിയോടെ കുത്തിക്കൊല്ലും ഞാൻ. പുതിയ കത്തിയാണ് മൂർത്തിയില്ലാതെ കഴിക്കരുത്. കൊല്ലും ഞാൻ. കൈ മുറിക്കും. ഓടിക്കോ, കൊല്ലും ഞാൻ. ഓടിക്കോടി. അത് കഴിഞ്ഞ് ഓടാം. ചേട്ടങ്ങി പോലെ ഈ പോലെ പടിയിലിരിക്കും. ആപ്പിള്. അയ്യോ, ഇപ്പൊ ആപ്പിൾ കട്ടിയാൻ പറ്റില്ല. ആപ്പിള് ബോംബ്. ആപ്പിൾ. ഇത് ആപ്പിൾ ബോംബാണ്. ഇത് കടിച്ച പൊട്ടും. പൊട്ടി എല്ലാവരും ചാവും. ഞാനിപ്പൊ കടിക്കും. ഞാൻ കടിക്കും. അത് ബോംബല്ല, വെറും ആപ്പിളാ. പിന്നെ വന്ന് ഈ കാണലാണ് നമ്മൾ അന്തകൻ. അതിനവര് കണ്ണു കാണാൻ. നല്ല മനുഷ്യ അന്തകൻ. നമ്മുടെ നായര്. അള്ളു കേറി. അയ്യോ.
അച്ഛനെ വണ്ടിക്കല്ല കയറിയത്. പിന്നെ ചക്കിന് വെച്ചത് ചെക്കിന് കൊണ്ടു. എന്ന് വെച്ചാ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും. രണ്ടല്ല, ഇനി ഇവിടെ എന്നാ കൂടുതൽ കിട്ടും. ബ്രദേഴ്സ്, അറ്റ്മോസ്ഫിയർ ശരിയല്ല. എടുക്ക്. എന്താ പ്രശ്നം? ഒന്നും അറിയില്ല അല്ലേ? നോക്കി കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. ഞങ്ങൾ എന്തിനാ ആശുപത്രി കൊണ്ടുപോകണം? വലിയ എന്തിനു കൊണ്ടുപോകണം? ഈ ഒക്കെ റോഡിലൂടെ ചാണകൂട്ടം നടന്നപ്പോഴേ ഞങ്ങൾക്ക് സംശയം തോന്നിയതാ. ചാണകത്തിൽ അള്ളു വെച്ച് ഞങ്ങളല്ല. അത് ഏതെങ്കിലും കാള അള്ളു തിന്നിട്ട് അപ്പിയിട്ടതായിരിക്കും. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷറക്കിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിങ്ങൾ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ലോക്കൽ ബ്രദേഴ്സ്, വി ആർ എ ഗ്രൂപ്പ് ഓഫ് പഞ്ചർ ബ്രദേഴ്സ്. മലയാളത്തിൽ പറയടാ. നോക്കൂ സഹോദരങ്ങളെ, ഈ പുള്ളയുടെ കാലിൽ കയറിയ ആള് തള്ളയാണ് സത്യം. ഉള്ളത് പറയാമല്ലോ, ഞങ്ങൾ ഉത്തരവാദികളല്ല. പിന്നെ ഇത്രയും പൊതുജനങ്ങളുടെ ശക്തമായ വികാരത്തെ മാനിച്ച് സാമൂഹ്യവും സാംസ്കാരികപരവും മനുഷ്യത്വപരമായ ഒരു ക്രയ വിക്രയ പ്രക്രിയയിലൂടെ കൊച്ചിനെ ആശുപത്രിയിൽ എത്തിക്കടാ. പഞ്ചർ ബ്രദേഴ്സ് ഉള്ളേ നമുക്ക് ജീപ്പിലിട്. മോൻ നേരത്തെ ഐസ്ക്രീം തിന്നില്ലയോ? 10 രൂപയുണ്ട്. പോണ വഴിക്ക് അള്ളുണ്ട എള്ളുണ്ട വാങ്ങിച്ചു തന്നു. മുറിവുളങ്ങാൻ എള്ളു ശർക്കര നല്ലതാ. പോ കാല് സുഖമില്ലാത്ത അവൻ എങ്ങനെ നടക്കാനാ? മോനെ അങ്ങോട്ട് ഇറങ്ങി വെക്ക്. ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ട് വരാം. അതെ, അതിന് ഞാൻ എങ്ങോട്ട് പോവാനാ? ഇനി ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ പോവല്ലേ? എടാ മോനെ, ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ തമാശ പറയല്ലേ. കൂമ്പോടി പോ. ഞാൻ തമാശയല്ല, കാര്യമാ പറഞ്ഞേ. എടാ കുരുന്നേ, എന്തോ നിന്റെ ഭാവം? അങ്ങനെ മര്യാദയ്ക്ക് ഇറങ്ങണം. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ചെറുക്കാൻ നിന്റെ ആശുപത്രി അല്ല വെച്ച് പുറപ്പെട്ടിട്ട് ബ്രദേഴ്സ്, ഫോളോ മീ. ഈ ചെറുക്കൻ അള്ളു മാതിരി അള്ളി പിടിച്ചിരിക്കാണല്ലോ. ഊരിക്കളയാൻ എന്താണ് ഒരു മാർഗം? എനിക്കൊരു ഐഡിയ. നമുക്ക് 4 പേർക്ക് ഒരു പോലീസ് കേസ് ഉണ്ടാക്കി ജയിലിൽ പോയാലോ? അപ്പൊ ചെറുക്കൻ പുറത്ത്, നമ്മൾ 4 പേര് അകത്ത്. നമുക്കൊരു കേസ് ഉണ്ടാക്കണമല്ല. കേസ് നിന്നെ ഇങ്ങനെ തല്ലി കൊല്ലാടാ കഴുത. അച്ഛനെ ഒരു ഉഗ്രൻ ഐഡിയ. നമുക്കൊരു ഷക്കീലപ്പുറത്തിന് പോയാലോ? ഇതാണ് അതെ, തിയേറ്ററിൽ ചെല്ലുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ചെറുക്കനെ തിയേറ്ററുകാർ പുറത്തു നിർത്തുന്നു. നമ്മൾ രക്ഷപ്പെടുന്നു. ഇത്രയും വൃത്തികെട്ട ഒരു ഐഡിയ ഞാൻ എന്റെ ലൈഫിൽ കേട്ടിട്ടില്ല. ഒരു ഐഡിയ വേഗം പറ. എന്നിട്ട് വേണം എന്നെ കളിയാക്കാൻ. അയ്യോ അയ്യോ അയ്യോ, ഈ ചെക്കനെ പുറത്ത് കളയാൻ എന്താണ് ഒരു വഴി? വഴി ഞാൻ പറഞ്ഞുതരാം. അയ്യോ, ഒന്ന് വേഗം പറയോ. മണ്ടൂസുകളായ നിങ്ങളോട് കഴിഞ്ഞ എന്റെ ജീവിതം പാഴാവും. അതുകൊണ്ട് ഞാൻ തന്നെ പോയേക്കാം എന്ന് ഞാൻ പറയുന്ന കരുതണ്ട ബ്രദേഴ്സ്. അല്ല, ബുദ്ധിയില്ലാത്തവരായ ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരുത്തരെങ്കിലും വേണമല്ലോ. യു ആർ അപ്പോയിന്റഡ്. ഞങ്ങളുടെ ജോലി എന്താണെന്ന് അറിയാമോ? അറിയാലോ. വെരി ഗുഡ്. ഐസ്ക്രീം അല്ല, ചാണകം ഉണ്ടാ. ഇതെന്താണെന്നറിയാമോ? ആ, എന്റെ കാലിക്കുത്തിയ സൂത്രം. ഈ അള്ളുണ്ടാ റോഡിന്റെ ഒത്ത മധ്യത്തിൽ വെക്കണം. വല്ല വണ്ടിയും വന്ന് കേറുമ്പോ ഞങ്ങൾ ആ വളവനുണ്ടാവും, വിവരം അറിയിക്കണം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? മുങ്ങാം. ഡോർമെട്രി പോകാം. ഓക്കേ. ഈ പാതിരാത്രിയിൽ എന്നെ പറഞ്ഞു വിടരുത് ചേട്ടാ. രാജന്റെ കണ്ണിൽ തീ പാറി. വഞ്ചകേ, നീ പോയില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും. എന്റെ കഥാപാത്രത്തെ ചവിട്ടി പുറത്താക്കാൻ എനിക്കറിയാം. നിന്നെ ചവിട്ടി പുറത്താക്കുന്ന കാര്യമാണ് പറഞ്ഞത്. മനുഷ്യൻ ഉറങ്ങണം. ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണേ. നോവലിസ്റ്റ്. നിനക്ക് പകലിരുന്ന് എഴുതിക്കൂടെ? പകൽ ആമ്പിള്ളേരുടെ നോവല് കുത്തിയിരുന്ന് വായിച്ചിട്ട് വേണ്ടേ അവന് രാത്രിയിൽ ഉണ്ടാക്കാൻ? എഴുതി കൂട്ടിക്കോട്ടേട്ടാ. ഞാൻ ഇതെല്ലാം കൂടി തൂക്കി വിറ്റേ ഒരു ഷഡ്ഡി മേടിക്കാം. തൂക്കാൻ വന്നാ നിന്റെ അന്ത്യം മരണമായിരിക്കും. കീടനാശിനി എത്തിയെന്ന് തോന്നുന്നു. പോയി തുറന്നുവിട്. ഒന്ന് പോയി തുറക്കടാ. ഞാൻ ഉറങ്ങിയിട്ട് 1.5 മണിക്കൂറായി. കേശവേട്ട ഒന്ന് തുറക്ക. കേശവേട്ടാ, വാതിൽ ഇവിടെ കൊണ്ടുപോവാ, തുറന്നു തരാം. ഒരു വാതിലടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കും. ഒന്നും മിണ്ടായിരിക്കണോ? ഇടോ, തമ്പയം തുറന്നു കൊടുക്ക്. പിന്നെ എനിക്ക് വരെ പണിയുണ്ട്. ഉറക്കം വരാത്തത് എന്തുകൊണ്ട്? രാത്രി കയറി വന്നോ? എന്തുകൊണ്ട്? ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? ഇത് ഞാനല്ല. പക്ഷേ ഇത് ഞാൻ തന്നെയാണ്. ഇവൻ പോയില്ലേ? ചാണകം ഉണ്ടാ? ഉണ്ടേം ചെണ്ടയൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നെ പറ്റിച്ചിട്ട് മുങ്ങാന്ന് കരുതിയല്ലേ? അവിടെ നിൽക്ക്. എങ്ങോട്ടായി പോക്ക്? ഇനി മുതൽ ഞാനിവിടെ ഉണ്ടാവും.
ഈശോയെ ഒരു കണക്കിനെ ഒഴിവാക്കിയത് ഇനി മരണത്തെ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞു വിടാനുള്ള പരിപാടി ആലോചിക്കുകയാണല്ലേ? ഏതായി പയ്യൻ? എന്റെ അച്ഛന്റെ അനിയൻ. ഓ ആ. എപ്പ എത്തി? എത്തിയതല്ല, വലിഞ്ഞു കേറിയതാ. എന്നക്കടാ അള്ള് അള്ളിന് നാളെ വെക്കാം കോപ്പേ. ഏതായി കുട്ടി? പഞ്ചർ ബ്രദേഴ്സിന്റെ തിരക്കിട്ട വർക്കിനിടയ്ക്ക് ഇവന്റെ കാലിൽ ഒരു മുള്ളു കയറി. മുള്ളല്ല അള്ള്. അതെ, അള്ള്. അപ്പൊ തന്നെ ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് പറഞ്ഞു വിട്ടതാ ഇവനെ. ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ വേഗം തലമിടാൻ നോക്ക്. എങ്ങോട്ട്? നിന്റെ വീട്ടിലോട്ട്. എനിക്ക് വീടില്ല. ആ, വീട്ടിലെ പോയി ലോണിന് അപേക്ഷിക്കും. അല്ല ഈ 12 വയസ്സായ കുട്ടിക്ക് വീട് വെക്കാൻ ലോൺ കൊടുക്കുവാ സാറേ? അയ്യോ. അപ്പൂപ്പ, ഈ രാത്രി ഞാൻ എവിടെ പോവാനാ? കൊച്ചു കുഞ്ഞല്ലേ, ഇന്നത്തേക്ക് ഇവിടെ കിടക്കട്ടെ, നാളെ കാലത്ത് പറഞ്ഞു. താങ്ക് യു അപ്പൂപ്പ. അപ്പൂപ്പൻ. അതെന്റെ കിടക്കാണ്. എടാ കുട്ടിപ്പീശാചേ, നീ താഴെ ഇറങ്ങി കിടക്ക്. നിലത്ത് കിടന്നാലേ എനിക്ക് തണുക്കും. അയ്യോ, പിന്നെ ഉറക്കത്തിൽ ചിലപ്പോ ഞാൻ മൂത്രം ഒഴിക്കും. ഭണ്ഡാരോടൊക്കെ. അതെ, ആ ചെറുക്കൻ മൂത്രം ഒഴിക്കുള്ളു, ഞാനുണ്ടല്ല. മോളെ ഉമേ, പത്രത്തിലേക്കുള്ള ചായ. ഞാൻ കൊണ്ട് കൊടുക്കാം. വേണ്ട, നീ പോകണ്ട. ആ മോളെ, ആ പറ്റുകാശിങ് തന്നേക്കാൻ പറയൂ. ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, നാണമില്ലാത്തമാരാ. ഞാൻ വേണമെങ്കിൽ പോയി ഇടിച്ചു വാങ്ങിക്കാം. നിന്നെ കൊണ്ട് ഇടിക്കാനല്ലല്ലോ, കഴിക്കാനല്ലേ പറ്റൂ. കൂടി. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ഇന്ന് മോള് നേരത്തെയാണല്ലോ. എല്ലാവരും ഒന്നിച്ച് കിട്ടണമെങ്കിൽ നേരത്തെ വരണം. ഇവിടെ കൃത്യമായി കാശ് തരുന്ന ഒരേ ഒരാൾ അങ്കിള് മാത്രമേ ഉള്ളൂ. ഹലോ, ഹായ്. എന്നും ചായ കുടിക്കുന്നുണ്ടല്ലോ, കാശൊന്നും ഇല്ലേ? ജോലി കിട്ടുമ്പോ തരാം. അപ്പൊ പിന്നെ ഈ ജന്മത്തിൽ പ്രതീക്ഷിക്കണ്ട. എടോ കീടം, മാഡം, പറ്റൊരുപാടായേ. ഇവിടെ വിഷം മേടിക്കാൻ പോലും കാച്ചില്ല മക്കളെ. പഞ്ചാര അല്പം കൂടുതലാണ്. എന്താണ് ഇവിടെ രണ്ടുപേരും കൂടി പരിപാടി? നീ എന്റെ മണ്ടക്ക് കീടടിച്ചാണ്ടല്ലോ. ദേ, എല്ലാവരും കേൾക്കാൻ വേണ്ടി വായിക്കുകയാണേ. എന്തുകൊണ്ട് 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 26 പഞ്ച് ബ്രദേഴ്സ് 306. മനുഷ്യനെ കിടത്തി ഉറക്കത്തില്ലല്ലോ. അവിടെ ഒരു മുടിഞ്ഞ ചായപ്പറ്റ്. അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ആ പറ്റിങ്ങി താ. തരാനുള്ള കാശ് പിന്നെ തരാം. ഇപ്പോഴത്തെ ചായയുടെ കാശ് പറ്റിലെഴുതിക്കും. ചേച്ചി, എനിക്കൊരു ചായ. ദേ, ഇതാരാ? ചേട്ടന്റെ മോനാ? പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്. കേട്ടോടാ, നീ കാരണം ഈ പെങ്കൊച്ചിന്റെ മുമ്പിൽ എന്റെ ഇമേജ് കംപ്ലീറ്റ് പോയില്ലേ. ഇനി ഒരു നിമിഷം കൂടെ കണ്ടു ഒരു പിശാച്. ഒന്ന് പോയി താ കൊച്ചെ. വേഗം പൊക്കോളൂ നീ. കൊച്ചേ, കയ്യിലെ കാശ് വായിലെ ദോശ. അതുകൊണ്ട് ആർക്കും കടം കൊടുക്കരുത്. എന്താ നിന്റെ ഉദ്ദേശം? പച്ച പാതിരയല്ലേ, കൊച്ചു കുട്ടിയല്ലേ എന്ന് കരുതിയാണ് ഇന്നലെ ഇവിടെ കയറ്റിക്കെടുത്തിയത്. ഇനി ഇവിടെ തന്നെ കൂടാൻ നോക്കണ്ട. എന്തിനാ ഞങ്ങൾക്കൊരു ഭാരമായി മാറുന്നത്? നിന്റെ ഊരും പേരും പറ, ഞാൻ അവിടെ കൊണ്ടാക്കാം. എടാ, നിന്നോടാ ചോദിച്ചേ? ഞാൻ അനാഥന. അന്ന് നിന്നോടൊപ്പം കണ്ട ഹിടുമ്പനി ഹിടുമ്പി അവരെന്റെ ആരുമല്ല. പോകാൻ വേറെ ഇടയില്ലഞ്ഞിട്ടാ ഞാൻ അവരുടെ കൂടെ കൂടി. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. അനാഥനാണെന്ന് നീ പറഞ്ഞ സത്യമാണോ? ആരും ഇല്ലാത്തവർക്ക് എല്ലാവരും ഉണ്ടാവുന്ന ഒരു കാലം വരും മോനെ. അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, അനിയൻ, അനിയത്തി, അങ്ങനെ എല്ലാവരും. മോനൊരിടത്തും പോണ്ട. അതെ, ആ പയ്യന് ഇവിടുന്ന് പറഞ്ഞുവിടാൻ വേറൊരു പണിയുണ്ട്. എന്താടാ? രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പുഴുങ്ങിയ താറാമുട്ടയും ചാളയും കൂടെ വായിലിട്ട് ചവച്ചിറച്ച് നനഞ്ഞ തുണി കൊണ്ട് വായ മൂടി കെട്ടിക്കിടന്ന് ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വായില് കെട്ടഴിച്ച് മാറ്റി പയ്യനെ വിളിച്ചു വരുത്തി മോനെ എന്ന് വിളിച്ചാ മതി, അവന് ജില്ല വിട്ട് ഓടിക്കോളും. അതിന് മൊട്ടയും ചാളെ വേസ്റ്റ് ആക്കണമെന്നില്ല. പിന്നെ നീ ആ പയ്യനെ വെറുതെ അടുത്ത് വിളിച്ചിരുത്തി മോനെ എന്ന് വിളിച്ചാ മതി. പിന്നെ ആ പയ്യൻ തട്ടിപ്പോവാണ്ട് നോക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആശാനെ, ഇവനെ പറഞ്ഞു വിടലില്ലേ?
ഇവനെ പറഞ്ഞു വിടുന്നില്ല. ആശാനെ മിണ്ടരുത്. അല്ല അത് ഇന്ന് മുതൽ ഇവൻ നമ്മളിൽ ഒരു അംഗമാണ്. ഞാൻ ഒന്നും കാണാതെ ഒരു കാര്യം തീരുമാനിക്കില്ല എന്ന് അറിയാമല്ലോ. ആശാനെ എങ്കിലും എങ്കിലും പങ്കിലും ഒന്നുമില്ല. ആർക്കെങ്കിലും വിരോധം ഉണ്ടെ കൈവക്കാം.